Hello my dear friends, welcome back to Neck Entropy BTech Tuition. This is Afsal. See, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് റിലേറ്റഡ് ടു മെറ്റാസെൻട്രിക് ഹൈറ്റ് ആണ്. നമ്മുടെ ബോയൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഒരു പുതിയൊരു ടോപ്പിക്കാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്. അതൊരു ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്, മെറ്റാസെൻറ്റർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നമുക്ക് വരുന്നത്. അത് കംപ്ലീറ്റ്ലി സബ്മർജ്ഡ് ബോഡി ആണെങ്കിൽ അവിടെ എന്ത് വരുന്നില്ല, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നേ ഇല്ല. ആ മെറ്റാസെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ നോക്കൂ, മെറ്റാസെൻട്രിക് ഹൈറ്റ് അല്ലേ, മെറ്റാസെൻട്രിക് ഹൈറ്റ്. നമ്മൾ യൂസ് ചെയ്ത സിമ്പിൾ എന്താണ്, ജി എം ആണ് മെറ്റാസെൻട്രിക് ഹൈറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ വി കട്ട് മൈനസ് ബി ജി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓർമ്മയുണ്ടല്ലോ, എന്താണ് ഐ എന്ന് പറയുന്നത്, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യാണ്. വി കട്ട് എന്ന് പറഞ്ഞാൽ സബ്മർജ്ഡ് വോളിയമാണ്. കാരണം ഫ്ലോട്ടിംഗ് ബോഡി ആകുമ്പോൾ കുറച്ച് പോർഷൻ വെള്ളത്തിനടിയിൽ കാണും. ആ വെള്ളത്തിനടിയിൽ കിടക്കുന്ന പോർഷൻ്റെ വോളിയം മാത്രമാണ് വി കട്ട് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ബി ജി മീൻസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബോയൻസി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, എ റെക്ടാങ്കുലർ pontoon is 5 meter long, 3 meter wide and 1.2 meter height. ഈ പൊണ്ടൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളിലും ചില ബ്രിഡ്ജസിൻ്റെ അടിയിൽ അവൻ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഇവിടെ ആ സ്ട്രക്ചറാണ് പൊണ്ടൂൺ എന്ന് പറയുന്നത്. അവൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഷേപ്പാണ്. ഡയമെൻഷൻസ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്. Then the depth of immersion of pontoon is 0.8 meter. 0.8 meter in the sea water. കടലിൽ ഏകദേശം എത്ര മീറ്റർ ഉണ്ട്, 1.2 മീറ്റർ ഡെപ്ത്, ടോട്ടൽ ഡെപ്ത് ഉള്ള ഒരു പൊണ്ടൂണിൻ്റെ 0.8 മീറ്റർ ഓൾറെഡി കടലിനടിയിൽ കിടക്കുകയാണ്. If the center of gravity is 0.6 meter above the bottom of the pontoon, then determine the metacentric height. The density of sea water is 1025 kilogram per meter cube. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ പ്രോബ്ലമാണ് ഇൻ മെറ്റാസെൻട്രിക് ഹൈറ്റ്. കാരണം ഒരു ഡേറ്റ പോലും നമ്മൾ കണ്ടെത്താൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. എല്ലാ ഡേറ്റാസും എവിടെ കിടപ്പുണ്ട്, ഈ ക്വസ്റ്റ്യൻസിനകത്ത് തന്നിട്ടുണ്ട്. ഗിവൻ ഡേറ്റയായിട്ട് കിടപ്പുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നമ്മുടെ ഇക്വേഷൻസ് എടുത്തെടുക്കുക. ഇക്വേഷൻസിൽ നിന്ന് ഈ പറഞ്ഞ ഡേറ്റാസ് എങ്ങനെ നമുക്ക് ഫിഗറിൽ നിന്ന് കണ്ടെത്താം, അതാണ് നമ്മുടെ ജോലി. അപ്പോൾ കുറേ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷനുമായിട്ടൊന്ന് ഫെമിലിയറൈസ് ചെയ്യും. പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ റൈറ്റ് ദ ഗിവൺ ഡേറ്റാസ്. എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റാസിലുള്ളതെന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. ഗിവൺ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണ്, ഒരു റെക്ടാങ്കുലർ പൊണ്ടൂൺ ആണെന്ന് പറയുന്നത്, വിച്ച് മീൻസ് അവൻ്റെ വോളിയം തന്നിട്ടുണ്ട് 5 meter ബൈ 3 meter വൈഡ് ബൈ 1.2 meter ഹൈ ആണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ വോളിയം ഇൻ മീറ്റർ ക്യൂബിൽ കിട്ടും. ദെൻ ദ ഡെപ്ത് ഓഫ് ഇമേർഷൻ ഓഫ് ദ പൊണ്ടൂൺ ഇസ് 0.8 meter ആണ്. പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ഡ്രോ ദ ഫിഗർ ഇല്ലേ. നമുക്ക് നേരെ ഫിഗർ വരയ്ക്കാം. ലെറ്റ് സി, ഫിഗർ വരയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, വി വിൽ ഡ്രോ the free surface. Let's say this is our free surface. ഈ ഫ്രീ സർഫസിൽ ഞാൻ ആരെ കൊണ്ട് ഫ്ലോട്ട് ചെയ്യിപ്പിക്കുകയാണ്, ഒരു റെക്ടാങ്കുലർ പൊണ്ടൂൺ ഞാൻ എന്ത് ചെയ്യിപ്പിക്കണം, ഫ്ലോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഈ ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ചും ഈ റെക്ടാങ്കുലർ പൊണ്ടൂൺ എന്ന് പറഞ്ഞ സാധനം വെർട്ടിക്കലി ആണോ ഹൊറിസോണ്ടലി ആണോ നമ്മുടെ ഈ കാണുന്ന വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതെന്നൊന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവനെ ഹൊറിസോണ്ടലി നമുക്ക് എന്ത് ചെയ്യിപ്പിക്കണം, ഫ്ലോട്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ അല്ലേ. സോ ഹൊറിസോണ്ടലി ഫ്ലോട്ട് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കാം, സീ ദിസ്. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ പൊണ്ടൂൺ എന്ന് വിചാരിക്കുക. ഈ പറഞ്ഞ റെക്ടാങ്കുലർ പൊണ്ടൂണിൻ്റെ 5 meter ലോങ്, ദിസ് ഇസ് 5 meter ലോങ്, ദിസ് ഇസ് 3 meter വൈഡ് ആൻഡ് ദിസ് ഈസ് 1.2 meter, ദിസ് ഇസ് 1.2 meter ഡെപ്ത്. ശരിയല്ലേ. വെർട്ടിക്കലി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. ഒന്നും പറയുന്നില്ല, നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യും, ഇങ്ങനെ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത് ഈ കാണുന്ന ക്രോസ് സെക്ഷണൽ വ്യൂ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ആ ക്രോസ് സെക്ഷണൽ വ്യൂ വരയ്ക്കാൻ. ലെറ്റ്സ് സേ ദിസ് ഈസ് മൈ ക്രോസ് സെക്ഷണൽ വ്യൂ, ദിസ് ഈസ് മൈ ക്രോസ് സെക്ഷണൽ വ്യൂ. ശരിയല്ലേ. ഈ ക്രോസ് സെക്ഷണൽ വ്യൂക്കകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ട്, 3 meter വൈഡ്. എത്ര മീറ്റർ വൈഡ് ആണെന്ന് പറയുന്നുണ്ട്, ദിസ് ഈസ് 3 meter വൈഡ്, ദിസ് ഈസ് 3 meter വൈഡ്. ശരിയല്ലേ. അവൻ്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞത് എത്ര എന്ന് പറയുന്നുണ്ട്, ടോട്ടൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു 1.2 meter ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതിൽ എത്ര പോർഷനാണ് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് നോക്കൂ, 0.8 meter ആണ് വെള്ളത്തിനടിയിൽ കിടക്കുന്നത്. സോ ദിസ് ഈസ്, ഈ കാണുന്ന ലെങ്ത് ആരാണ്, ദിസ് ഈസ് 0.8 meter ഹൈ. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവൻ്റെ പേര് കൊടുക്കാം. ലെറ്റ്സ് സേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഇസ് വി ക്യാൻ കോൾ ദ സ്മോൾ എച്ച് എന്ന് വിളിക്കാം. ഈ ഡെപ്തിന് നമുക്ക് ക്യാപിറ്റൽ എച്ച് എന്നൊക്കെ വിളിക്കാം. ചില ബുക്കുകളിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നമുക്ക് ഇക്വേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം പേര് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ നോക്കൂ, ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
നോക്കൂ, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോഴുള്ള ഈ കാണുന്ന ക്രോസ് സെക്ഷനുള്ള ആയിട്ടുള്ള ഒരു വ്യൂവിലുള്ള റെക്റ്റാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മോളിൽ നോക്കുന്ന പ്ലാൻ വ്യൂ കണ്ടോ, പ്ലാൻ വ്യൂ നോക്കുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് എന്ത് കാണാം, ആ ലെങ്ത്തും കാണാൻ പറ്റും, വിഡ്ത്തും കാണാൻ പറ്റും. അതിവിടെ മസ്റ്റായിട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റിൽ വരയ്ക്കണം. അതിന് ഏകദേശം വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, നിങ്ങൾ മോളിൽ നോക്കുമ്പോൾ ഇത്രയും ഈ കാണുന്ന പ്ലാൻ വ്യൂ കണ്ടോ, പ്ലാൻ വ്യൂ കാണുമ്പോൾ എന്ത് കാണുന്നുണ്ട്, ഈ കാണുന്ന ലെങ്ത് ഡയമെൻഷൻ കാണാൻ പറ്റും. ശരിയല്ലേ? സോ ഞാൻ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. ലെറ്റ്സ് സേ ഇതാണ് ലെങ്ത്. ഈ ലെങ്ത് എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 5 മീറ്റർ ലോങ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഞാൻ ആ 5 മീറ്റർ ലോങ് അതേപോലെ വരച്ചിട്ടുണ്ട്. ദെൻ ഈ കാണുന്ന എത്രയാണ്, 3 മീറ്റർ. അതിവിടെ കാണിച്ചിട്ടുണ്ട്, ദിസ് ഇസ് 3 മീറ്റർ. ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈവൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഈസ് 0.6 മീറ്റർ എബവ് ദ ബോട്ടം ഓഫ് ദ പൊണ്ടൂൺ, ഈ കാണുന്ന പൊണ്ടൂണിന്റെ ബോട്ടത്തിൽ നിന്ന് കൃത്യമായി 0.6 മീറ്റർ മുകളിലാണ് ആര് വരുന്നത്, നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റ് വരുന്നത്. അത് അവർ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം ഇതൊരു യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്. ടോട്ടൽ ഡെപ്ത് 1.2 മീറ്റർ ആണെങ്കിൽ അവൻ്റെ എക്സാക്ട്ലി ഹാഫിലായിരിക്കും ആര് വരുന്നത്, നമ്മുടെ എക്സാക്ട്ലി ഹാഫിലായിരിക്കും ആര് വരുന്നത്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് ആക്സിസും കൂടെ ഞാൻ എന്ത് ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചാൽ, ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ആക്സിസ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വരയ്ക്കണ്ട, ഈ ആക്സിസ് ഇങ്ങനെയും വരയ്ക്കാം. ആക്സിസ് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഹാച്ച് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, എങ്കിലേ കാണാനൊരു രസമുള്ളൂ അല്ലേ? ഓക്കെ, സി ഇതിൽ എവിടെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, എക്സാക്ട്ലി ഓൾമോസ്റ്റ് ഈ കാണുന്ന പോയിന്റിൽ ആര് വരും, നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ജി വരും. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഈ കാണുന്ന സ്പേസിൽ നിന്ന് എത്ര ദൂരെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കൂ, ഇത് 1.2 മീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നില്ലെങ്കിൽ പോലും ബോട്ടത്തിൽ നിന്ന് 0.6 മീറ്റർ ആയിരിക്കണം. ശരിയല്ല? ദിസ് ഈസ് 0.6 മീറ്റർ ഹൈറ്റിലാണ് ഫ്രം ദ ബോട്ടം ഓഫ് ദ പൊണ്ടൂൺ. ഇത് തൊട്ട് താഴെയായിരിക്കും ആര് വരുന്നത്, നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി. ആര് വരും, സെൻറ്റർ ഓഫ് ബോയൻസി ബി തൊട്ട് താഴെ വരും. കാരണം സെൻറ്റർ ഓഫ് ബോയൻസി ഇസ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഇമ്മേഴ്സ്ഡ് വോളിയം. ഈ കാണുന്ന ഇമ്മേഴ്സ്ഡ് വോളിയം അറിയാമല്ലോ, ഒരുപാട് കുട്ടികൾക്ക് സംശയം വരും എന്താണ് ഇമ്മേഴ്സ്ഡ് വോളിയം. നോക്കുക, ഈ കാണുന്ന വോളിയം കൊണ്ടോ, ലെറ്റ്സ് സേ ദിസ് വോളിയം, ഇതാണ് ഇമ്മേഴ്സ്ഡ് വോളിയം. ഈ കാണുന്ന ഇമ്മേഴ്സ്ഡ് വോളിയത്തിൻ്റെ സെൻട്രോയിഡ് എന്നാണ് ആരെന്ന് പറയപ്പെടുന്നത്, നമ്മുടെ സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയപ്പെടുന്നത്. അതും ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിച്ച് ഈസ് തന്നിട്ടില്ല അല്ലേ, തന്നിട്ടില്ല. അത് നമുക്ക് കണ്ടെത്താം. കാരണം എന്താണ്, ഇമ്മേഴ്സ്ഡ് ഡെപ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര എന്ന് പറയുന്നത് 0.8 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇമ്മേഴ്സ്ഡ് ഡെപ്തിൻ്റെ കൃത്യം പകുതിയായിരിക്കും ആരെന്ന് പറയുന്നത്, ഈ കാണുന്ന സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറയുന്നത്. നമുക്കത് കണ്ടുപിടിക്കാം. തൽക്കാലം ഈ കാണുന്ന പൊണ്ടൂണിൻ്റെ ഈ ആക്സിസിൽ കാണിച്ചിടുന്ന ഈ ബോട്ടം പോയിന്റ് കണ്ടോ, ആ ബോട്ടം പോയിന്റിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ലെറ്റ്സ് സേ ഇത് എത്രയുടെ ഇത്, ദിസ് ഈസ് സെൻറ്റർ ഓഫ് ബോയൻസി അല്ലേ. ആൻഡ് ഈ ബോട്ടം പോയിന്റ് തൽക്കാലം ഒരു പേര് കൊടുത്തു എ. കാരണം ആ എയും കൂടെ ഉണ്ടെങ്കിൽ കുറേ കൂടി ഈസി ആയിട്ട് നെയിം ചെയ്താൽ, ഇങ്ങനെ നെയിം ചെയ്താൽ കുറേ കൂടി ഈസി ആയിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻസിലേക്ക് പോകാം. എന്താണ് നമുക്ക് കണ്ടെത്താനുള്ളത്, സെൻറ്റർ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് GM ഈസ് ഈക്വൽ ടു ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിവൈഡഡ് ബൈ വി കട്ട് മൈനസ് BG. നോക്കൂ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്കിവിടെ BG കാണാൻ പറ്റും. ആ BG കണ്ടെത്താനുള്ള മുഴുവൻ ഡേറ്റാസും ആ ഫിഗറിലുണ്ട്. നമുക്ക് ആ BGയിലേക്ക് പോകാം. നോക്കൂ നിങ്ങൾ ആദ്യം, വാട്ട് ഈസ് BG? ഈ ഫിഗർ നോക്കൂ, BG, ദിസ് length is BG. This length is BG. This BG is equal to what? This BG is equal to AG minus AB അല്ലേ. ഇത്രയും ലെങ്ത് ആരാണ്, ഇത്രയും ലെങ്ത് ആരാണ്, AG ആണ്. AG നിന്ന് AB കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, we will get BG. ശ്രദ്ധിക്കണേ നിങ്ങൾ, BG is equal to AG minus AB. What is AG? ഈ കാണുന്ന പൊണ്ടൂണിൻ്റെ ബോട്ടം മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ദൂരമാണ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 0.6 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ ഈ പറയുന്നുണ്ട്. ഫ്രം ദ ബോട്ടം മുതൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 0.6 മീറ്റർ എന്ന് പറയുന്നുണ്ട്. സോ വി ഗോട്ട് AG. AGയുടെ വാല്യൂ എത്രയാണ്, AG എന്ന് പറയുന്നത് 0.6 മീറ്റർ ആണ്. മൈനസ് AB. വാട്ട് ഈസ് AB? AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്ടൂണിൻ്റെ ബോട്ടം മുതൽ സെൻറ്റർ ഓഫ് ബോയൻസി വരെയുള്ള ദൂരമാണ്. അത് ആ ദൂരം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ, ഈ ഇമ്മേഴ്സ്ഡ് ഡെപ്ത് ഇല്ലേ 0.8 മീറ്റർ, അതിൻ്റെ നേരെ ഹാഫ് അല്ലേ. കാരണം ഇമ്മേഴ്സ്ഡ് ഡെപ്തിൻ്റെ പകുതിയാണ് ഇപ്പോഴും ആരായിട്ട് വരുന്നത്, സെൻറ്റർ ഓഫ് ബോയൻസി ഇൻ കേസ് ഓഫ് എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ. സോ AB എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഈ സ്മോൾ h കണ്ടോ, ഈ സ്മോൾ h/2 ആണ്. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം, ഇത് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും AG എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു ടോട്ടൽ റെക്ടാങ്കുലർ വിഡ്ത്തിൻ്റെ പകുതിയല്ലേ, വിച്ച് മീൻസ് ഈ കാണുന്ന ക്യാപിറ്റൽ H ഇല്ലേ, ആ കാണുന്ന ക്യാപിറ്റൽ Hൻ്റെ ഹാഫാണ്. അപ്പോൾ ക്യാപിറ്റൽ Hൻ്റെ ഹാഫാണ് ആരെന്ന് പറയുന്നത്, 0.6 എന്ന് പറയുന്നത്. മറ്റേ h/2 എന്ന് പറഞ്ഞാൽ 0.8 ഇല്ലേ, ദിസ് ഇസ് 0.8 ശരിയല്ലേ, ദിസ് ഇസ് 0.8.
ദിസ് ഇസ് 0.8/2 ആണ്, ശരിയല്ലേ? സോ 0.6 മൈനസ് 0.4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.2 മീറ്റർ ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ബി ജി എന്ന് പറയുന്ന ഈ ലെങ്ത്. സോ ഫസ്റ്റ് പോയിന്റ് കിട്ടി, ഈ കാണുന്ന ബി ജിയുടെ വാല്യൂ കിട്ടി. ഇനി കണ്ടെത്താൻ പോകുന്ന ആരാണ്? നമ്മുടെ ഐ എന്ന് പറയുന്ന സാധനമാണ്, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ശ്രദ്ധിച്ചിരിക്കണേ, ഏരിയ മൊമെന്റ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇമ്മേഴ്സ്ഡ് വോളിയം കണ്ടെത്താം അല്ലേ? കുറെ കൂടെ എളുപ്പമാണത് കണ്ടെത്താൻ. ഇമ്മേഴ്സ്ഡ് വോളിയം എന്ന് പറയുന്നത് നോക്കൂ, ഈ കാണുന്ന ഫ്രീ സർഫസിന് താഴെയുള്ള റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ വോളിയം, അവൻ്റെ വിഡ്ത്ത് എത്രയാണ്? 3 മീറ്റർ, ശരിയല്ലേ? ആ ഇമ്മേഴ്സ്ഡ് ഡെപ്ത് എത്രയാണ്? 0.8 മീറ്റർ. ഇവൻ്റെ ലെങ്ത് എത്രയാണ്? 5 മീറ്റർ. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ഇമ്മേഴ്സ്ഡ് വോളിയം ഇൻ മീറ്റർ ക്യൂബ്. അതവിടെ കിടക്കട്ടെ, നമ്മൾ കണ്ടെത്തി. ഞാൻ ആ വാല്യൂ സേവ് തരാം, അവിടെ കിടക്കട്ടെ. ഇനി നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കൂ, നമ്മൾ പണ്ട് നേരത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ പ്ലെയിൻ സർഫസിൽ ചെയ്തതുപോലെയല്ല. ഈ കാണുന്ന മെറ്റാസെൻട്രിക് ഹൈറ്റിൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിങ്ങൾ ഈ കാണുന്ന സെക്ഷൻ നേരെ പ്ലാൻ വീൽ നോക്കുക. പ്ലാൻ വീൽ നോക്കുമ്പോൾ ഈ കാണുന്ന സർഫസിലെ ഈ കാണുന്ന സർഫസിൻ്റെ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കാനുള്ളത്, അതും വിത്ത് റെസ്പെക്ട് ടു ഈ ആക്സിസ്, ഇങ്ങനത്തെ ആക്സിസ്. മുകളിൽ നിന്ന് നോക്കുന്നു, ഈ കാണുന്ന ആക്സിസ് ഞാൻ ഈ വരച്ചേക്കുന്നതാണ്. ലെറ്റ് ഇറ്റ് ബി വൈ ആക്സിസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പ്ലാൻ വ്യൂവിൽ നോക്കുമ്പോൾ വൈ ആക്സിസ് റെഫറൻസ് ആക്കി വെച്ചാണ് നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്? ഈ കാണുന്ന ഏരിയ മൊമെന്റ് വെച്ച് കണ്ടെത്തുന്നത്. സോ ദിസ് ഇസ് ഐ. വൈ വാട്ട് ഈസ് ഐ? ഇത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇക്വേഷൻ എന്താണ്? പാരലൽ ഇൻറ്റു പെർപെൻഡിക്കുലർ q/2. ആർക്ക് പാരലൽ? നമ്മുടെ റെഫറൻസ് ആക്സിസ് ആയ ഐ, ഈ കാണുന്ന വൈ ആക്സിസിന്റെ പാരലൽ ആരാണ്? 5. ഇവന് പെർപെൻഡിക്കുലർ ആരാണ്? 3 മീറ്റർ ക്യൂബ്. ദാറ്റ് ഈസ് 5 × 3³/2. ദിസ് ഈസ് അവർ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ GMന്റെ ഇക്വേഷൻസിലുള്ള 3 ടേം നമ്മൾ എന്ത് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ആ വാല്യൂസിന് എഴുതാം, നോക്കൂ നിങ്ങൾ. BG 0.2 മീറ്റർ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സബ്മർജ്ഡ് വോളിയം കണ്ടുപിട്ടി, ആൻസർ 12 മീറ്റർ ക്യൂബ് കിട്ടും. IYY എന്ന് പറയുന്ന ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ദ ആൻസർ വിൽ ബി 40/5. നമുക്ക് നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ നിങ്ങൾ, മെറ്റാസെൻട്രിക് ഹൈറ്റ് GM is equal to IYY. What is IYY? 45/4 divided by submerged volume, that is 12 meter cube, minus BG, which is 0.2 meter. Calculator നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get the answer as 0.7375 meter. So this is our metacentric height. അപ്പോൾ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് കണ്ടെത്തി? മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടെത്തി. ഒരു പ്രശ്നം നമുക്കിവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, ഇതെന്തൊരു എൻട്രി ലെവൽ പ്രോബ്ലമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഡേറ്റ പോലും മിസ്സിംഗ് അല്ല. അതായത് ഈ പറഞ്ഞ IYയുടെ ഇക്വേഷൻ നമുക്കറിയാം. അത് വിത്ത് റെസ്പെക്ട് ടു ഏത് ആക്സിസ് വെച്ചാണ് നമ്മൾ മെറ്റാസെൻട്രിക് ഹൈറ്റിൽ കണ്ടെത്തേണ്ടത്. അത് ആരെപ്പോലെയല്ല, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സും സബ്മേർജ്ഡ് പ്ലെയിൻസിലല്ല. അവിടെ നമ്മൾ കണ്ടെത്തുന്നത് ഈ കാണുന്ന ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ്. ഇവിടെ കണ്ടെത്തുന്നത് പ്ലാൻ വ്യൂവിൻ്റെ ആക്സിസിന് പാരലായിട്ടുള്ള, അല്ലെങ്കിൽ പ്ലാൻ വ്യൂവിൽ കാണുന്ന ആക്സിസിനെ നമ്മൾ എന്താക്കി എടുക്കും? റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് കണ്ടുപിടിക്കുന്നതാണ് ഈ കാണുന്ന ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്, എൻട്രി ലെവൽ പ്രോബ്ലമാണ്. ക്ലിയർ അല്ലേ?